കാലം ജീനിയസിന്റെ പദവി മുദ്രകൾ നൽകി അംഗീകരിച്ച മാധവിക്കുട്ടി സമകാലിക മൂല്യങ്ങൾക്ക് വിപരീതമായി സ്വയം നിർമ്മിച്ച എഴുത്തുകാരിയാണ്. എന്റെ കഥ ഇതിന് തെളിവാണ്. ഇന്ത്യയിൽ മറ്റൊരു എഴുത്തുകാരിയും ഇങ്ങനെയൊരു സംഭാവന ആത്മകഥയുടെ രൂപത്തിൽ സാഹിത്യത്തിന് നൽകിയിട്ടില്ല. നിരുപാധികമായ സ്വാതന്ത്ര്യത്തിന്റെ ബലിഷ്ഠ സൗന്ദര്യമാണ് ആ കൃതി. ഹിമഭൂമികളുടെ അലസമായ സമാധാനം വെറുക്കുന്ന കലാകാരിയാണ് എന്റെ കഥ എഴുതിയ മാധവിക്കുട്ടി. എന്റെ കഥ എന്ന മാധവിക്കുട്ടിയുടെ കഥയിലെ ഒരു പ്രത്യേക ഭാഗം സിമിത്തേരിയിലെ ബോഗൻവില്ല. അതാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി വായിക്കുന്നത്. അച്ഛന് നേപ്പാളിൽ നിന്ന് വന്ന ഒരാൾ ഒരു സാളഗ്രാമം സമ്മാനിച്ചിരുന്നു. അതിൽ രാധാകൃഷ്ണമൂർത്തിയായിരുന്നു വസിച്ചിരുന്നത്. അത് അച്ഛൻ നാലപ്പാട്ട് കൊണ്ടുവന്ന് അതിനായി തെക്കിനിയിൽ മരം കൊണ്ട് ഒരമ്പലമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ചു. അമ്പലത്തിന്റെ വാതിൽപ്പടിമേൽ വെള്ളി കൊണ്ട് ഓം എന്ന അക്ഷരവും പതിച്ചു. എല്ലാ ദിവസവും രാവിലെ കൃത്യം 7 മണിക്ക് അമ്മമ്മ കുളിച്ച് ഈറനും ചുറ്റിക്കൊണ്ട് ആ അമ്പലത്തിൽ പ്രവേശിക്കും. പിന്നെ പൂജയ്ക്കും നാമത്തിനും ശേഷം അമ്മാമ്മന്റെ പൂജയ്ക്കായി തീർത്ഥവും കർപ്പൂരവും നസ്രാണിയും മറ്റും ഒരുക്കി വയ്ക്കും. അമ്മാമന്റെ കുളി അമ്മായിയുടെ സഹായത്തോടെ നടത്തുന്ന കുളി കൃത്യം 8:30 കഴിയും. മെതിയടി കാലിൽ ഇട്ടുകൊണ്ട് 5-ാം പുരയിൽ കൂടി അമ്പലത്തിലേക്ക് നടക്കുന്നതിനിടയിൽ പൊടിയരിക്കഞ്ഞി കുടിക്കാനിരിക്കുന്ന ഞങ്ങൾ കുട്ടികളെ നോക്കി അമ്മാമൻ ചിരിക്കും. സ്വന്തം മരുമക്കളോടുള്ള വാത്സല്യം ഒരു ജീവിത പദ്ധതിയാക്കി കഴിഞ്ഞിരുന്ന അമ്മാമന് അന്യവീട്ടിലെ കുട്ടികളെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ചിലപ്പോഴെങ്ങാനും പടികടന്ന് വല്ല ദരിദ്ര ബാലനും ഞങ്ങളുടെ ഉമ്മറമുറ്റത്തേക്ക് പ്രവേശിച്ചാൽ ഉടനെ വായിക്കുന്ന പുസ്തകത്തിൽ നിന്ന് തല ഉയർത്തി അമ്മാമൻ ഗർജിക്കും, പോ പോ കടന്നു പോ. അമ്മാമന്റെ അമ്മ മാധവിയമ്മ എന്ന വലിയമ്മ നാലപ്പാട്ടെ മറ്റു മുത്തശ്ശികളിൽ നിന്ന് വളരെ വ്യത്യസ്തയായിരുന്നു. അവർക്ക് മറ്റുള്ളവരുടെ നിറമുണ്ടായിരുന്നില്ല. പക്ഷേ കരുത്തുള്ള ശരീരവും നിബിഡമായ തലമുടിയും അവർക്കുണ്ടായിരുന്നു. അവരുടെ തലമുടി ഒരു പാമ്പിൻ പത്തി പോലെ തലയുടെ ഇടതുഭാഗത്തേക്ക് ചരിച്ചു കെട്ടിവെച്ചിരുന്നു. അവരുടെ കഴുത്തിൽ സ്വർണം കെട്ടിച്ച തുളസിമാലയുണ്ടായിരുന്നു. വലിയമ്മ ചിരിച്ചു കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. അവർ തന്റെ മകനുമായിട്ട് സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടില്ല. അതിൽ വലിയ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം അക്കാലത്ത് പുരുഷന്മാരുടെ ലോകം ഉമ്മറവും കിഴക്കേ മുറ്റവും മാത്രമായിരുന്നു. സ്ത്രീകളുടെ വിശാലമായ ലോകത്തിൽ 2 കോലായികളും കിണറ്റിൻ കരയും നെല്ലുകുത്തുപുരയും നടുമുറ്റവും എല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമേ അമ്മാമൻ തെക്കിനിയിലേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ. കൃത്യം 12 മണിക്ക് അമ്മാമന് ഭക്ഷണം തെക്കിനിയിൽ നിരത്തപ്പെടും. വെണ്ണ, തൈര്, 2 കൂട്ടാൻ, ഒരു മെഴുക്കുപുരട്ടി, പപ്പടം, ഉപ്പിലിട്ടത്. അമ്മാമൻ എന്നും നാക്കിലയിലാണ് ഊണ് കഴിച്ചിരുന്നത്. മിക്ക ദിവസങ്ങളിലും അമ്മാമന് കൂട്ടിന് വല്ല അതിഥികളും ഉണ്ടായിരിക്കും. അന്ന് നാലപ്പാട്ട് വരെ സ്വാഗതാർഹനായ ഒരു അതിഥി പ്രസിദ്ധ വൈയകരണനായ കുട്ടിക്കൃഷ്ണമാരായിരുന്നു. അദ്ദേഹവും അമ്മാമനും സാഹിത്യകാരന്മാരെ പറ്റിയും സാഹിത്യകൃതികളെ പറ്റിയും സംസാരിക്കുമ്പോൾ ഞാനും ജ്യേഷ്ഠനും തെക്കേ കോലായിലിരുന്ന് അവരുടെ സംസാരം ശ്രദ്ധിച്ചു കേട്ടു. ഞാൻ മലയാളത്തിന്റെ ABC പഠിച്ചതും മലയാള ശൈലി എന്ന പുസ്തകം വായിച്ചതിനു ശേഷമാണ്. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത കഥയിലൂടെ കേൾക്കാം.